അപ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനിൽ അടുത്ത പറയുന്നത് നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ ആണ്. നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. അപ്പോൾ ആദ്യം ആരായിരുന്നു ബ്രിട്ടനിൽ വന്നത്? സെൽറ്റിക് കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലേ? അവരവിടുത്തെ നേറ്റീവായിട്ട് പിന്നീട് കരുതപ്പെട്ടു. അതിനുശേഷം റോമൻസ് വന്നു. റോമൻസിന് ശേഷം ആംഗ്ലോ സാക്സൺസ് വന്നു. ആംഗ്ലോ സാക്സണിന് ശേഷം ഡെയിൻസും വന്നു അല്ലേ? ഡെയിൻസ് വന്നതിന് ശേഷം സ്കാൻഡിനേവിയ, അതുപോലെ ആംഗ്ലോ സാക്സൺ ഏരിയ എന്നുള്ള 2 ഏരിയ ആയിട്ട് മാറുകയും ചെയ്തതായിട്ട് പറഞ്ഞു. അടുത്തത് പറയാനുള്ളത് നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. ഓർത്തു വെക്കുക, ഈ ഓർഡർ ഓർത്തു വെച്ചാൽ തന്നെ പകുതി എഴുതാൻ പറ്റും. എന്തൊക്കെയാണ്? ആദ്യം സെൽറ്റിക്, പിന്നെ റോമൻ, ആംഗ്ലോ സാക്സൺ, അതിനുശേഷം ഡെയിൻസ്, ഇപ്പൊ നോർമൻസ്. നോർമൻസും റോമൻസും കൺഫ്യൂസ് ആവാണ്ടിരിക്കാനാണ് ഇത് പറഞ്ഞത്. ആരാണ് നോർമൻസ് എന്ന് ആദ്യം നോക്കാം. ദ നോർമൻസ്, ദ നോർത്ത് മെൻ were originally pagan barbarian pirates from Denmark, Norway, Iceland. They engaged in destructive plunders of European coastal settlements in the 8th century CE. During the 9th century, their raids and attacks in the northern parts of France grew highly. They could conquer much of the parts of northern France and settle down there. They adopted French language, customs, and religion. The conquerors became known as Normans. The region they were settled is called Normandy. അപ്പോൾ ഈ നോർമൻസ് എന്ന് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ നോർത്ത് മെൻ ഇല്ലെങ്കിൽ നോർമൻ എന്ന് വിളിക്കുന്നത് ശരിക്കും ബാർബറസ് ആയിട്ടുള്ള, ഒട്ടും പരിഷ്കൃതരല്ലാത്ത കുറച്ച് പൈറേറ്റ്സ് ആണ്, തീവ്സ് ആണ്. എവിടെ നിന്നും? ഡെൻമാർക്ക്, നോർവേ, ഐസ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്ന ബാർബറസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, നോർത്ത് മെൻ ആയിരുന്നു ഈ നോർമൻസ് എന്ന് പറയുന്നത്. അവര് എന്ത് ചെയ്തു? 8ാമത്തെ 9ാമത്തെ സെഞ്ചുറിയിലൊക്കെ ഈ ഫ്രാൻസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, അറ്റാക്സ്, അവിടെ കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്തു? ഫ്രാൻസിന്റെ ലാംഗ്വേജ് ആയ ഫ്രഞ്ചും അതുപോലെ അവരുടെ കസ്റ്റംസും കൾച്ചേഴ്സും ഒക്കെയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല അവരെ എന്ത് ചെയ്തു? ഈ ഫ്രാൻസിനെ കീഴടക്കി അവരെ നോർമൻസ് എന്ന് വിളിച്ചു. മാത്രമല്ല നോർമൻസ് എന്തായി? നോർമൻസിന്റെ അവർ ഉള്ള സ്ഥലത്തിനെ നോർമാൻഡി എന്ന് വിളിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലെ? ആംഗ്ലോ സാക്സൺസ് ഓരോ ഏരിയയിൽ പോയി അതിനെ വെസെക്സ്, സുസെക്സ് എന്നൊക്കെ വിളിച്ചു. അതുപോലെ നോർമൻസ് ഉള്ള ഏരിയനെ നോർമാൻഡി എന്നും വിളിച്ചു. ഇനി പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോൺക്വസ്റ്റ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഈ കോൺക്വസ്റ്റ് എങ്ങനെയാണ് നടന്നതെന്നാണ് അടുത്ത പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ നമുക്ക് വായിക്കാം. വില്യം I claims the British throne. The Duke of Normandy, William, had a legitimate claim that English throne as distant cousin of Edward the Confessor, King of England. The death of Edward in January 1066, William immediately declared himself as their heir to the English throne. അതായത് ഡ്യൂക്ക് ഓഫ് നോർമാൻഡി ആരാണ്? നോർമൻസ് ഉള്ള ഏരിയ ആണ് നോർമാൻഡി. അപ്പൊ നോർമാൻഡിന്റെ കിങ് ആണ്, ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രഭു, ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന രാജാവ് തന്നെയാണ് ഡ്യൂക്ക്. ഡ്യൂക്ക് എന്ത് പറഞ്ഞു? ഡ്യൂക്കിന്റെ ദൂരെയുള്ള ഒരു കസിൻ ആണ് ആര്? ഇംഗ്ലണ്ടിന്റെ കിങ് ആയിട്ടുള്ള എഡ്വേർഡ് ദ കൺഫെസർ. ഓർക്കുക, എഡ്വേർഡ് കൺഫെസർ ആരുടെ കസിനാണ്? വില്യമിന്റെ. ഓക്കെ, വില്യം ആരാണ്? വില്യം നോർമാൻഡിന്റെ ഡ്യൂക്ക്. അപ്പൊ ഈ കസിനാണ്. അപ്പോൾ ജനുവരി 1066 എന്ത് സംഭവിച്ചു? നമ്മുടെ എഡ്വേർഡ് മരിക്കുകയുണ്ടായി. എഡ്വേർഡ് എന്നുള്ള ഇംഗ്ലണ്ടിന്റെ കിങ് മരിച്ചു. അപ്പോൾ നമ്മുടെ വില്യം എന്ത് ചെയ്തു? വില്യം പറഞ്ഞു, ആ കിരീടം ഇല്ലെങ്കിൽ ആ കിങ്ങിന്റെ പൊസിഷൻ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാനാണ് അടുത്ത ഭരണാധികാരി, ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരി എന്ന് പറഞ്ഞു. William claimed that Edward had chosen him his successor, but Harold, Earl of Wessex, opposed William's claim and seized the throne. This provoked William, and he occupied a big army to conquer Harold and seize the throne of England. അപ്പോൾ ആര് പറഞ്ഞു? നോർമാൻഡിന്റെ ഡൂക്ക് വന്നിട്ട് പറഞ്ഞു, ഇംഗ്ലണ്ടിന്റെ രാജാവ് ഞാനാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള വേറൊരാളാണ് ഹാരോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സുസെക്സ്, വെസെക്സ് എന്നൊക്കെ പറഞ്ഞു. ഹെപ്റ്റാർക്കി പഠിച്ചതാണ് അല്ലെ? ഹെപ്റ്റാർക്കി ബ്രത്വാൾഡ പഠിച്ചതാണ്. അപ്പൊ ബ്രത്വാൾഡ എന്താണ്? എല്ലാവരുടെയും ടോപ്പ് മോസ്റ്റ് ആണ്. അങ്ങനെ ഇരിക്കുന്ന ആളാണ് മരിച്ചത്.
അപ്പോൾ അവർ പറഞ്ഞു, ഈ വില്യം എന്ന് പറഞ്ഞു, എനിക്ക് എഡ്വേർഡിന്റെ പൊസിഷൻ വേണം, ഞാനാണ് അടുത്ത കിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട വെസെക്സിന്റെ ഏൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കിങ് എന്ത് ചെയ്തു, ഹാരോൾഡ് ഇവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, അതൊന്നും നടക്കില്ല, കാരണം എന്താണ്, ഇവിടെ ആ പൊസിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് വില്യമിന് ദേഷ്യം ഉണ്ടാക്കി. വില്യം എന്ത് ചെയ്തു, തൻ്റെ വലിയ ഒരു ആർമീനെയും കൂട്ടിയിട്ട് ഇംഗ്ലണ്ടിന്റെ ആ ഒരു കിങ് പൊസിഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ഹാരോൾഡിനെ തോപ്പിച്ചിട്ട് എനിക്ക് ആ കിരീടം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. കാര്യം മനസ്സിലായല്ലോ. വില്യം എന്ത് ചെയ്തു, എഡ്വേർഡ് മരിച്ചപ്പോൾ എൻ്റെ കസിനാണ് എഡ്വേർഡ്, അതുകൊണ്ട് എനിക്ക് കിരീടം വേണമെന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ നോർമാൻഡിയുടെ ഡൂക്ക് പറഞ്ഞു എനിക്ക് കിങ്ഡം വേണം. അപ്പോൾ അവിടെയുള്ള വെസെക്സിന്റെ ഏളായിട്ടുള്ള ഹെറോൾഡ് പറഞ്ഞു നടക്കില്ല, കാരണം ഇത് അങ്ങനെ ഒരു അവകാശമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വില്യമിന് ദേഷ്യം വന്നു. വില്യം എന്ത് ചെയ്തു, തൻ്റെ വലിയൊരു ആർമീനെയും കൂട്ടിയിട്ട് ഹാരോൾഡിനെ തോൽപ്പിച്ചിട്ട് കിരീടം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അടുത്തത് ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് 1066 ഒക്ടോബർ 14 ഇത് നടന്നത്. ഇത് ഹാരോൾഡും നമ്മുടെ വില്യമും നടന്ന യുദ്ധം തന്നെയാണ്. അതായത് കിങ് മരിച്ചല്ലോ, എഡ്വേർഡ് മരിച്ചത് ജനുവരിയിലാണ്. ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഈ യുദ്ധം സ്റ്റാർട്ടായി. ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ്സ് എന്നോ എന്ത് വേണമെങ്കിൽ വായിക്കാം. 1066 ഒക്ടോബർ 14 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാറ്റിൽ ഓഫ് ഹാസ്റ്റിംഗ് വാസ് എ ഡിസിസീവ് വാർ ഫോർട്ട് ബിറ്റ്വീൻ വില്യം ആൻഡ് ഹാരോൾഡ് ടു ഡിറ്റർമൈൻ ദ ഹൂ വുഡ് ബി ദ റിയൽ ഹെയർ ഓഫ് ഇംഗ്ലീഷ് തോൺ. അപ്പോൾ ഇത് നടന്നത് ആരൊക്കെ തമ്മിലാണ്? വില്യമും ഹാരോൾഡും. എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ് അവിടുത്തെ ശരിക്കുള്ള അവകാശി, എഡ്വേർഡിന്റെ പൊസിഷനിൽ വരേണ്ട യഥാർത്ഥ ഇംഗ്ലണ്ടിന്റെ അവകാശി ആരാണെന്നാണ് യുദ്ധത്തിന്റെ റീസൺ. അതിൽ ജയിക്കുന്ന ആളാണ്. ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെയല്ലേ, യുദ്ധത്തിൽ ജയിച്ച ആൾക്കാണ് അവർ പറയുന്ന കാര്യമാണ് നടക്കുക. അപ്പൊ ഇവിടെയും അതേ കാര്യമാണ് നടക്കുന്നുള്ളത്. William assembled a force of 4,000 to 7,000 knights and foot soldiers to handle the Harold. William had also secured support of his invention, both the Norman aristocracy and papacy. On 1066, September 27, William's army crossed English Channel and moved directly to Hastings, where Harold's army was camped. Harold's army, highly trained infantry, stood firm in the face of William's mounted assault. But William's army killed many of English soldiers, but as the battle continued, the English soldiers were gradually exhausted. On 14th October, Harold was killed in the battlefield, and the remaining English soldiers scattered and fled. After this great victory of William, crowned as the King of England in Westminster Abbey on Christmas Day 1066, the final victory of Hastings gave him the title William the Conqueror. ഓക്കെ, അങ്ങനെ ഇവർ യുദ്ധം തുടങ്ങിയപ്പോൾ വില്യം എന്ത് ചെയ്തു, 4000 തൊട്ട് 7000 നല്ല കഴിവുള്ള സോൾജേഴ്സ്, നൈറ്റ്സിനെ അറേഞ്ച് ചെയ്തു. അതുപോലെ കുറെ അതല്ലാത്ത സോൾജേഴ്സും ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ആൾക്കാരൊക്കെ പങ്കെടുക്കണമല്ലോ, എന്തായാലും യുദ്ധം വരുമ്പോൾ ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പങ്കെടുക്കണം. അങ്ങനെ ആ നാട്ടുകാരും പിന്നെ നൈറ്റ്സും ഒക്കെ ആയിട്ട് 4000 തൊട്ട് 7000 വരെയുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, വില്യം സെപ്റ്റംബർ 27 ഒക്ടോബർ 14 ഈ യുദ്ധം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, സെപ്റ്റംബർ 27 ആകുമ്പോൾ വില്യമിന്റെ ആർമി ഇംഗ്ലീഷ് ചാനൽ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്താണ് ഇംഗ്ലീഷ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ മറ്റ് ഏതെങ്കിലും ഒരു ഭൂഖണ്ഡം കോണ്ടിനെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്, ഒരു കടൽ മാർഗമാണ്. ആ വഴി ആര് വന്നു? വില്യമും വില്യമിന്റെ ആൾക്കാരും വന്നു. അങ്ങനെ വന്നിട്ട് അവർ നേരെ പോയത് ഹാസ്റ്റിങ്സിലേക്കാണ്. ഓക്കെ, അവിടെയാണ് യുദ്ധം നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഹാരോൾഡിന്റെ ആർമി ഉള്ളത്. ഹാരോൾഡിന്റെ ആർമിയുടെ അടുത്തേക്ക് വില്യമിന്റെ ആർമി വന്നിട്ടോ വില്യം വളരെ വളരെ എന്ത് ചെയ്യാ, മൃഗീയമായിട്ട് ഇംഗ്ലീഷ് സോൾജേഴ്സിനൊക്കെ കൊന്നൊടുക്കി. അതായത് യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അങ്ങനെ ഒരുപാട് പേരെ കൊല്ലേണ്ടതായിട്ട് വന്നു. അതുപോലെ കുറെ എന്ത് ചെയ്തു, മെനി ഇംഗ്ലീഷ് സോൾജേഴ്സ് വെർ ഡൈഡ്. അതിനുശേഷം 14 ഒക്ടോബർ ആകുമ്പോഴത്തേക്ക്, 14 ഒക്ടോബർ എന്ന് പറയുന്നത് നമ്മുടെ ഹാരോൾഡ് മരിച്ച ദിവസമാണ്. കിങ് മരിക്കുമ്പോൾ അല്ലേ അവിടെ വിജയം ഉണ്ടാവുന്നത്.
അതായത് എനിമി, വില്യമിന്റെ എനിമി അവിടെ ഡെഡായി. അതുകൊണ്ടാണ് ഒക്ടോബർ എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. സോ വില്യം എന്ത് ചെയ്തു? ഒക്ടോബർ 14 നമ്മുടെ ഹാരോൾഡിനെ വധിച്ചു. അതോടുകൂടി കിങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താവും? തൻ്റെ ആർമിയൊക്കെ ഓടി രക്ഷപ്പെടുകയല്ലേ ഉള്ളൂ. കാരണം കിങ് ഉള്ളിടത്തോളം കാലമാണ് കിങ്ങിനെ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി നൈറ്റ്സിനുള്ളൂ. ഇപ്പൊ കിങ് ഇല്ലാണ്ടായി. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് സോൾജേഴ്സ് ഒക്കെ 4 വഴിക്ക് ചിതറി ഓടി. അവര് എന്ത് ചെയ്യണം എന്നറിയാണ്ട് എല്ലായിടത്തും ഓടി. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ വലിയൊരു വിജയം നമ്മുടെ വില്യമിന് ഉണ്ടായി. നോർമാൻഡിന്റെ ഡ്യൂക്കായിട്ടുള്ള വില്യമിന് വലിയൊരു വിക്ടറിയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വിക്ടറിക്ക് ശേഷമാണ് നമ്മുടെ വില്യമിനെ വില്യം ദ കോൺക്കറർ എന്നുള്ള പേര് കിട്ടുന്നത്. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് ജയിച്ചുകൊണ്ടാണ് വില്യം ദ കോൺക്കറർ എന്നുള്ള പേര് ഡ്യൂക്ക് ഓഫ് നോർമാൻഡിക്ക് വരുന്നത്. മനസ്സിലായല്ലോ എന്താണ് സംഭവം? ഒരു ആരാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത കിങ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ്. അതിൽ ഏതൊക്കെ രാജാവായിരുന്നു? വില്യമും അതുപോലെ ഹാരോൾഡും. ഹാരോൾഡിന്റെ ആർമിയെ ഇംഗ്ലീഷ് ചാനൽ കടന്നു വന്ന് ഹേസ്റ്റിങ്സ് എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ വില്യമിന്റെ നൈറ്റ്സും സോൾജേഴ്സും ഒക്കെ കൂടി നമ്മുടെ ഹാരോൾഡിനെ ഒക്ടോബർ 14 വധിച്ചു. അതോടുകൂടി ഇംഗ്ലണ്ടിന്റെ നെക്സ്റ്റ് കിങ് ആയിട്ട് ആര് വന്നു? ഈ പറയുന്ന വില്യം വന്നു. വില്യം വന്നതോടുകൂടി വില്യമിന് ഒരു പുതിയ പേരും കൂടി വന്നു, വില്യം ദ കോൺക്കറർ. ഇതാണ് ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ്. അപ്പൊ യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞാലും അതിന്റെ കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ ഒരുപാടുണ്ടാവും അല്ലെ. ഇപ്പൊ ഏതൊരു യുദ്ധം കഴിഞ്ഞാലും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഈ യുദ്ധത്തിനും അത് കാണാം. അത് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. കോൺസിക്വൻസസ് ഓഫ് ദ കോൺക്വസ്റ്റ്. The Norman conquest had profound political, administrative, and social change in British Isles. In political terms, William's victory destroyed England's link with Scandinavia and brought the country instead of close contact with the continent, especially France. Other major radical change was introduction of land tenure and military service. William reorganized the upper ranks of English society by dividing the region among the 180 Norman tenants in chief innumerable intermediate tenants. This caused almost total replacement of English aristocracy with Norman ones. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൻസിൻ്റെ കോൺക്വസ്റ്റ്, അവരുടെ ഇംഗ്ലണ്ടിനെ നോർമൻസ് കീഴടക്കിയത്, അത് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഐലൻഡ്സുകളിൽ, ഇംഗ്ലണ്ട് എന്നുള്ള ഒരു രാജ്യത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി, വളരെ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതാണ് പ്രൊഫൗണ്ട് പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. നോർമൻ കോൺക്വസ്റ്റ് കൊണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ മാറി, അഡ്മിനിസ്ട്രേഷൻ, ഭരണം മാറി, അതുപോലെ സോഷ്യൽ ചേഞ്ചസ്, സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളും ബ്രിട്ടീഷ് ഐലൻഡ്സിൽ കാണാൻ വേണ്ടി പറ്റി. പൊളിറ്റിക്കൽ ടേംസ് പറയുകയാണെങ്കിൽ, വില്യംസ് വിക്ടറി ഡിസ്ട്രോയ്ഡ് ഇംഗ്ലണ്ട്സ് ലിങ്ക് വിത്ത് സ്കാൻഡിനേവിയ ആൻഡ് ബ്രോട്ട് ദ കൺട്രി ഇൻസ്റ്റെഡ് ഓഫ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ കോണ്ടിനെന്റ്, സ്പെഷ്യലി ഫ്രാൻസ്. അതായത് പൊളിറ്റിക്കൽ ടേംസ് പറയുകയാണെങ്കിൽ, രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിന് നല്ലൊരു കണക്ഷൻ സ്കാൻഡിനേവിയൻ കൺട്രീസുമായിട്ടുണ്ടായിരുന്നു. സ്കാൻഡിനേവിയൻ കൺട്രീസിനോട് നല്ലൊരു കണക്ഷൻ ഇംഗ്ലണ്ട് വെച്ചിരുന്നു. അത് നമ്മുടെ വില്യം വന്നതോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഒരു കോണ്ടിനെന്റുമായി മാത്രം ഒരു കണക്ഷൻ വരാൻ തുടങ്ങി. അതാണ് ഫ്രാൻസ്. ഫ്രാൻസിനോട് മാത്രമായിട്ട് ആ ബന്ധം മാറി. സ്കാൻഡിനേവിയൻ കൺട്രീസ് വിട്ടിട്ട് ഫ്രാൻസ് എന്നുള്ളതിലേക്ക് മാറി. പിന്നെ ഒരു റാഡിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ലാൻഡ് ടെന്യൂർ ആൻഡ് മിലിറ്ററി സർവീസ്. എന്താണ്? ഭൂമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മിലിറ്ററി സർവീസ്. ഇത് രണ്ടും ആ നാട്ടിൽ വില്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ വില്യം റീഓർഗനൈസ് ദ അപ്പർ റാങ്ക്സ് ഓഫ് സൊസൈറ്റി ബൈ ഡിവൈഡിങ് റീജൻ എമംഗ് അബൌട്ട് 180 നോർമൻ ടെനൻസ് ഇൻ ചീഫ് ഇന്യൂമറബിൾ ഇന്റർമീഡിയറ്റ് ടെനൻസ്. അതായത് അവിടെ സൊസൈറ്റിയിൽ നേരത്തെ നമ്മൾ റാങ്ക്സ് പഠിച്ചായിരുന്നു അല്ലേ. ഏറ്റവും മുകളിൽ കിങ്, അതിനുശേഷം കഴിഞ്ഞിട്ട് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ പുരോഹിതന്മാർ, മതവുമായി റിലേറ്റ് ചെയ്ത ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് നൈറ്റ്സ് പറഞ്ഞ സോൾജേഴ്സ്, അതിനുശേഷം ആരാണ്? സാധാരണ ജനങ്ങൾ, പിന്നീട് സ്ലേവ്. ഇതായിരുന്നു നമ്മുടെ ഇത്രയും കാലം ഇംഗ്ലണ്ടിൽ നമ്മൾ കണ്ടത്. അപ്പം ഇവിടുന്ന് വില്യം വന്നതോടുകൂടി അത് മാറിയിട്ട് ടെനൻസ് ഇൻ ചീഫ്, അതുപോലെ ഇന്റർമീഡിയറ്റ് ടെനൻസ്, പ്രഭുക്കൾ എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മാറി. സോ ദിസ് ഇസ് കോസ്റ്റ് എ ടോട്ടൽ റീപ്ലേസ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് അരിസ്റ്റോക്രസി
വിത്ത് നോർമൻ വൺസ്. ഇതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ ഒരു മുഖം തന്നെ നോർമൻ കൺട്രോളിലേക്ക് വരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ട് ഹാഡ് ഡെവലപ്ഡ് എ ഹൈലി ഓർഗനൈസ്ഡ് സെൻട്രൽ ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ആൻഡ് എഫക്റ്റീവ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പം ആംഗ്ലോ സാക്സൺസ് ഉണ്ടായിരുന്ന കാലത്ത്, അതായത് നമ്മുടെ ഈ വില്യം കോൺക്വർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ അവിടെ നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതായത് കിങ്ങിൻ്റെ താഴെ ഒരുപാട് ചെറിയ ചെറിയ പ്രദേശങ്ങൾ, അവിടെ ഒരു ഭരണം, അത് കിങ്ങിനോട് പോയി പറയുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ഓർഗനൈസേഷൻ ചെയ്തിരുന്നു. മാത്രമല്ല ഒരു ജുഡീഷ്യൽ സിസ്റ്റം, നല്ലൊരു നീതിന്യായ വ്യവസ്ഥയും ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, ഓൾ ദീസ് വെർ റിട്ടൈൻഡ് ആൻഡ് യൂസ്ഡ് ബൈ വില്യം. പക്ഷേ വില്യം വന്നതോടുകൂടി ഇതൊക്കെ മാറി. Old administrative divisions such as hundreds and shares retained the minor changes. In them, hundreds and shares, and in King's Court, the common law of England continued to be administrated. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു 2 ടേംസ്. ഏതൊക്കെയായിരുന്നു? ഹൺഡ്രഡ്സ് അതുപോലെ ഷെയർസ് എന്നുള്ള ടേംസ് പറഞ്ഞായിരുന്നു ആംഗ്ലോ സാക്സൺസ് പറയുമ്പോൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നും അപ്രത്യക്ഷമാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അടുത്തെന്ന് പറയുന്നത് ചേർച്ച് റിഫോംസ് ആണ്. നോർമൻ വന്നതോടുകൂടി ചർച്ചുകളിൽ വരുന്ന മാറ്റം. ഇറ്റ് വാസ് ദ നോർമൻ കോൺക്വസ്റ്റ് ദാറ്റ് റിയലി സ്ട്രെങ്തൻ ദ പവർ ഓഫ് ചർച്ച് ഇൻ ഇംഗ്ലണ്ട്. വില്യം ട്രാൻസ്ഫോംഡ് ദ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ദ ചർച്ച് ഇൻ ഇംഗ്ലണ്ട്. He replaced the all Anglo-Saxon bishop with the Norman bishops. In 1087, 11 out of 15 bishops were Normans. Most notable act of William in this regard was deposition of Stingand, Archbishop of Canterbury. Instead of appointing Lanfranc, a scholar, one of the William's close advisors, William presided over a number of church councils at the Church Council of Lelban, and in 1080, William confirmed his ultimate authority over the Norman Church. He introduced legislation against ceremony and clerical marriage. William replaced Anglo-Saxon abbots and Norman ones and imported numerous monks from Normandy. അപ്പോൾ ഇത്ര വെച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. അതായത് നിങ്ങൾ കാൻറ്റർബറി ടെയിൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കാൻറ്റർബറി ടെയിൽസ് അതിലെന്തായിരുന്നു? അതിൽ ഒരു കത്തീഡ്രലിൽ, ഒരു ചർച്ചിൽ ഒരു മരണം സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അത് പറയുന്നത്. അത് കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നു അല്ലേ? സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോകുന്ന വഴിക്ക് കഥ പറയുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ പഠിച്ചത്, പ്രൊലോഗ് എന്നുള്ള ഭാഗം. കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി വലിയൊരു റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ചർച്ചുകളിൽ വരുത്തിയ മാറ്റമാണ്. വില്യം ചർച്ചുകളിൽ ഒരുപാട് മാറ്റം വരുത്തി. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ശരിക്കും നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഇംഗ്ലണ്ടിലെ ചർച്ചുകൾക്ക് വളരെ ഒരു പവർ തന്നെ കൂടി എന്ന് വേണമെങ്കിൽ പറയാം. വില്യം എന്ത് ചെയ്തു, ഈ ചർച്ചിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റി, മുമ്പുണ്ടായിരുന്നൊക്കെ മാറ്റി എന്ത് ചെയ്തു, പുതിയൊരു രീതി അവിടെ അവലംബിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആംഗ്ലോ സാക്സൺ ബിഷപ്സ് ആയിരുന്നു അവിടുത്തെ ചർച്ചുകളിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ആംഗ്ലോ സാക്സൺസിൻ്റെ കോൺക്വസ്റ്റ് ആകുമ്പോൾ ആ വിഭാഗത്തിലെ ആൾക്കാരാണ് ചർച്ചിലുണ്ടാവുക. ഇതെന്ത് ചെയ്തു, വില്യം വന്നതോടുകൂടി ഇത് മാറ്റി ആര് ബിഷപ്പായി? നോർമൻസ് ബിഷപ്പായി. നോർമൻ ജനത ബിഷപ്പിൻ്റെ സ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഒന്ന് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, നമ്മൾ നേരത്തെ പഠിച്ചാണ്. ആ സ്കോളർ ഓഫ് വൺ ഓഫ് ദ, അതുപോലെ എന്ത് ചെയ്തു, കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെ മാറ്റി അവിടെ ലാൻഫ്രാങ്ക് എന്നുള്ള ഒരു സ്കോളറിനെയൊക്കെ അവിടെ ആ കോർട്ടിൽ വെക്കുകയുണ്ടായി, ചേർച്ചിൽ വെക്കുകയുണ്ടായി. അതുപോലെ ഒരുപാട് ചർച്ചുകളിൽ മാറ്റം അദ്ദേഹം ഉണ്ടായി. മാത്രമല്ല ഹി ടേക്ക് അൾട്ടിമേറ്റ് അതോറിറ്റി ഓവർ നോർമൻ ചർച്ച്. ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളിലും അൾട്ടിമേറ്റ്, ഏറ്റവും ഉയരത്തിലുള്ള റൂൾ എന്ന് പറയുന്നത് വില്യമിൻ്റെ ആയിരുന്നു. വില്യമാണ് എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത്. So he also built some all famous cathedrals and castles. He implemented a colossal building project at both the monastic and parish level. He was a great supporter of monastic reforms and introduced latest reforming trends to England. He built Battle of Abbey, the monastery on the site of Battle of Hastings, in honor of his victory in the war. All the measures contributed to quickening the monastic life in England. ഇദ്ദേഹം വന്നതോടുകൂടി ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രധാനമായിട്ട് ചർച്ചുകൾ, കാസിൽസ്, കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി. മാത്രമല്ല ബാറ്റിൽ ഓഫ് ആബേ,
എന്ത് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബാറ്റിൽ ഓഫ് ആബെ എന്ന് പറഞ്ഞിട്ട് ഒരു മൊണാസ്ട്രി തന്നെ പണിത് വെച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരോൾഡിനെതിരെ തൻ്റെ വിക്ടറി ഓർമ്മിക്കപ്പെടാനും അതിൻ്റെ സന്തോഷത്തിലൊക്കെ കൂടി ഒരു എന്ത് ചെയ്തു, മൊണാസ്ട്രി പണിതു. അതിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ആബെ. അടുത്ത നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് നോർമൻ കോൺക്വസ്റ്റ് പറയാനുണ്ട്. അടുത്ത നമുക്ക്